വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 CSEB ചോദിച്ച ജൂനിയർ ക്ലർക്ക് എക്സാമുമായി ബന്ധപ്പെട്ട കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 2025 ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് 2025 കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് അങ്ങ് പഠിക്കുക. ഇനി ഒരു എക്സാമും കൂടി കണ്ടക്ട് ചെയ്യാണ്ടല്ലേ 29-ാം തീയതി. നമുക്ക് ഇത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2025 നമ്മൾ ബാങ്കിങ് ഓൾറെഡി ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ചെയ്യുക. പിന്നെ ഇതിൻ്റെ PDF നമ്മൾ സ്റ്റഡി ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ പെയ്ഡ് സ്റ്റഡി ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ അവിടെ ഓൺലൈനായിട്ട് ഇത് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ലഭ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ ജോയിൻ ചെയ്യണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ 2025 കോപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. 1059/2025 ആയിരുന്നു ഫെബ്രുവരിയിൽ കണ്ടക്ട് ചെയ്ത ഫസ്റ്റ് എക്സാം കേട്ടോ. അത് തൊട്ടിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ MCQ പോലെ, അതായത് നിങ്ങൾ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം. 1059/2025 First question. From dash onwards, Kerala State Cooperative Bank and 13 DCBs are functioning as a single entity with brand name Kerala Bank. അല്ലേ, കേരള ബാങ്ക് ലയിക്കുന്ന സമയത്ത് 13 DCBs ആണ് എന്ത് ചെയ്തത്, ആദ്യം ലയിച്ചത്. പിന്നെയാണ് മലപ്പുറം DCB വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏപ്രിൽ 2016, ഓപ്ഷൻ ബി മാർച്ച് 2018, ഓപ്ഷൻ സി നവംബർ 2019, ഓപ്ഷൻ ഡി ഏപ്രിൽ 2020. ഏതാണ് ഉത്തരമായിട്ട് വരിക? നവംബർ 2019 കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓറഞ്ച് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ്. കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ രണ്ട് ഫ്ലാഗും, ഫസ്റ്റത്തെ ഫ്ലാഗും പഠിക്കണം, ഇത് സെക്കൻഡത്തെ ഫ്ലാഗാണ് കേട്ടോ. രണ്ടിൻ്റെ കളറും പഠിക്കണം കേട്ടോ. ദ ഓറഞ്ച് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ്. എ സ്റ്റാൻഡ്സ് ഫോർ കറേജ്, ബി ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ്, സി ഈസ് ദ കളർ ഓഫ് വാംത്ത്, ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഡി ഓൾ ഓഫ് ദി എബവ്. ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് മീൻസ് എ സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻ ഫേവർ ഓഫ് എ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ബൈ എ മിയർ ഡിക്ലറേഷൻ ഇൻ റൈറ്റിംഗ് ബൈ ദ ബോറോവർ ഫോർ സെക്യൂറിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് മണി അഡ്വാൻസ്ഡ് ബൈ വേ ഓഫ് ലോൺ. അതായത് മൂവബിളിന് മേലോ ഇമ്മൂവബിൾ മേലോ സ്പെഷ്യൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുകയും, അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസാണ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ബോറോവറിൽ നിന്ന് ഒരു മിയർ ഡിക്ലറേഷൻ എഴുതി വാങ്ങുകയും ചെയ്യും അല്ലേ. സെക്യൂറിങ് പേയ്മെൻറ്റ് ഓഫ് മണി അഡ്വാൻസ്ഡ് ബൈ വേ ഓഫ് ലോൺ. കൊടുത്ത ലോണിന് സെക്യൂർ ചെയ്തു പേയ്മെൻറ്റ് ഓഫ് മണി അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യും, എഴുതി വാങ്ങും. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ലീനാണോ, മോർട്ടഗേജ് ആണോ, ഗേഹാനാണോ, ഹൈപ്പോത്തിക്കേഷനാണോ? നാലും എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നാലും മനസ്സിലാക്കണം. ലീൻ എന്താണ്, മോർട്ടഗേജ് എന്താണ്, ഹൈപ്പോത്തിക്കേഷൻ എന്താണ്, ഗേഹാൻ എന്താണ്. അപ്പോൾ ലീൻ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കാനുള്ള അവകാശമാണ്. അതായത് നമ്മൾ ആ തുക കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സാധനം അവിടെ പിടിച്ചു വയ്ക്കും, പ്രോപ്പർട്ടി പിടിച്ചു വയ്ക്കും. പക്ഷേ അത് വിൽക്കാനൊന്നും പറ്റില്ല ലീനിൽ. ഓക്കെ, വിൽക്കാനുള്ള, അതായത് ജനറൽ ലീനും ഉണ്ട്, സ്പെഷ്യൽ ലീനും ഉണ്ട്. പക്ഷേ ബാങ്കേഴ്സ് ലീനിന് ബാങ്കർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഇംപ്ലൈഡ് പ്ലഡ്ജും കൂടിയാണല്ലോ. അതുകൊണ്ട് ബാങ്കർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിൽക്കാം അല്ലേ, ബാങ്കർക്ക് അതെടുക്കാം. പക്ഷേ നോർമൽ കേസിൽ, ജനറൽ ലീനിൻ്റെ കേസിൽ എന്തില്ല, വിൽപ്പനയില്ല. ഓക്കെ, അതൊരു കേസാണ്. പിന്നെ മോർട്ടഗേജ് നമുക്കറിയാം, നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആധാരം പോലത്തെ ലാൻഡ് ഡീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് മോർട്ടഗേജ് എടുക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പറഞ്ഞിട്ടുള്ളത് ഗേഹാനാണ്. അപ്പോൾ ഗേഹാൻ ആൻസർ ഗേഹാനാണ് വരിക. ഗേഹാൻ നമ്മൾ ഫോമസ്, അതായത് ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ സാധനം നമ്മുടെ സൊസൈറ്റിയുടെ പേരിലേക്ക് ആവുകയാണ് അല്ലേ. നമ്മൾ പിന്നെ തിരിച്ചെഴുതി തരണമെങ്കിൽ നമ്മൾ ഈ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് റീപേ ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. അപ്പം മാത്രമേ പിന്നെ തിരിച്ച് നമുക്ക് കിട്ടുള്ളൂ. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടിപ്പണയം എന്ന് പറയും. അതായത് പൊസഷനും കൊടുക്കുന്നില്ല, ഓണർഷിപ്പും കൊടുക്കുന്നില്ല, രണ്ടും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കേസിലൊന്നും ലീനിലും ഓണർഷിപ്പ് കൊടുക്കുന്നില്ല, ഹൈപ്പോത്തിക്കേഷനിലും ഓണർഷിപ്പ് കൊടുക്കുന്നില്ല. പക്ഷെ മോർട്ടഗേജിലും ഗേഹാനിലും എന്തു കൊടുക്കണം, ഓണർഷിപ്പ് മാറുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മാറ്റം. ഗേഹാനിൽ ശരിക്കും ഓണർഷിപ്പ് മാറിയിട്ടാണ്, ഓണർഷിപ്പ് കൊടുക്കുകയാണ്,
അവരുടെ പേരിലേക്ക് ആക്കുകയാണ്. അതിനുശേഷം തിരിച്ച് നമുക്ക് എഴുതി തരികയാണ് ചെയ്യുക. മോർട്ട്ഗേജ് പിന്നെ പലതരത്തിൽ മോർട്ട്ഗേജ് ഉണ്ട്, നമുക്കറിയാം. പലതരത്തിലുള്ള മോർട്ട്ഗേജ് ഉണ്ട്, അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത മോർട്ട്ഗേജ് ഉണ്ട്, ചെയ്യുന്ന മോർട്ട്ഗേജസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഏത് മോർട്ട്ഗേജ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചാകും അതിൻ്റെ നടപടിക്രമം വരിക. ഓക്കെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസാണ് കൂടുതലും മോർട്ട്ഗേജ് ചെയ്യുന്നത്, അത് മാത്രം മനസ്സിലാക്കി വെക്കുക. പിന്നെ ടൈപ്പ് ഓഫ് മോർട്ട്ഗേജിനനുസരിച്ച് അവരുടെ കണ്ടീഷൻസ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് മെമ്പർ റൈറ്റ്. ബേസിക് ആയിട്ടുള്ള മെമ്പർ റൈറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. elect and remove the president, effectively participate in the general body, obtain relevant information of the bank, elect and remove members of the board. അപ്പോൾ എലക്റ്റ് ആൻഡ് റിമൂവ് പ്രസിഡൻറ്റിനെ എലക്റ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു സാധാരണ മെമ്പറുടെ അവകാശമാണോ? അതുപോലെ ജനറൽ ബോഡിയിൽ എഫക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? അതുപോലെ റെലവൻറ്റ് ഇൻഫർമേഷൻ, ബാങ്കുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻസ് ആൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് എലക്റ്റ് ആൻഡ് റിമൂവ് മെമ്പേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ബോർഡിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നോർമൽ മെമ്പേഴ്സാണ്. പിന്നെ അവരിൽ നിന്നാണ് പ്രസിഡൻറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എലക്റ്റ് ആൻഡ് റിമൂവ് ദ പ്രസിഡൻറ്റ് എന്ന് പറയുന്ന റൈറ്റ് ഒരു ബേസിക് മെമ്പർ റൈറ്റ് അല്ല. സോ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾ. റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെമോക്രാറ്റിക് കൺട്രോൾ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ഓപ്പൺ മെമ്പർഷിപ്പ് ആൻഡ് ക്യാഷ് ട്രേഡിംഗ്. അപ്പം നമുക്കറിയാം അല്ലേ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് എന്ത് ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഡിഫൈൻഡ് കോപ്പറേഷൻ ആസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം. ഇറ്റ് ഈസ് എ സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ദ ഹാർട്ട് ആൻഡ് മൈൻഡ്. ഇറ്റ് ഈസ് എ റിലീജിയൻ അപ്ലൈഡ് ടു ബിസിനസ്. ഇറ്റ് ഈസ് എ ഗോസ്പെൽ ഓഫ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് സർവീസ്. ML ഡാർലിംഗ്, മിസ്റ്റർ ഹെറിക്, മിസ്റ്റർ ഫേ, മിസ്റ്റർ VL മേത്ത. ആരുടെയാണ് ഇമ്പോർട്ടൻ്റ് ആയി കൊട്ടേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടെയാണ് കൊട്ടേഷൻ? ML ഡാർലിംഗ്. ഹുഡ് അതായത് കോപ്പറേഷൻ ആസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം. ഇറ്റ് ഈസ് എ സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ഹാർട്ട് ആൻഡ് മൈൻഡ്. ഇറ്റ് ഈസ് എ റിലീജിയൻ അപ്ലൈഡ് ടു ബിസിനസ്. ഇറ്റ് ഈസ് എ ഗോസ്പെൽ ഓഫ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് സർവീസ്. ആരുടെ കൊട്ടേഷനാണ്? ML ഡാർലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ റോബർട്ട് ഓവൻ, DR ഗാഡ്ഗിൽ, ഡോക്ടർ വില്യം കിങ്, റോക്ക്ഡെയിൽ പൈനിയേഴ്സ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? DR ഗാഡ്ഗിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡാഷ് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1990 ടു പ്രിപ്പയർ എ മോഡൽ കോപ്പറേറ്റീവ് ബിൽ. ചൗധരി ബ്രഹ്മപ്രകാശ്, B. ശിവരാമൻ, ഖുസ്രു വൈദ്യനാഥൻ. മോഡൽ കോപ്പറേറ്റീവ് ബിൽ എന്ന് പറഞ്ഞ സംഭവം വരുമ്പോൾ തന്നെ നമ്മൾ ആരെ കണക്ട് ചെയ്ത് വെക്കണം? ബ്രഹ്മപ്രകാശ്. ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1963 ഫോർ സ്ട്രെങ്തനിങ് ദ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. നബാർഡ്, NCUI, NCDC, NDDB. 63 എന്ന് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ ഉത്തരം? NCDC. Dash is a unique scheme assisted by NCDC for comprehensive and integrated development and selected districts through cooperative network. NCCT, NCUI, ICDP, NDDP. ഏതാത്? NCDC പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഫോർ സെലക്റ്റഡ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പ്രോജക്റ്റാണ്? ICDP ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ക്യാബിനറ്റ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് എ യൂണിഫോം സോഫ്റ്റ്വെയർ ഇൻ ഓൾ PACS ഇൻ കേരള ആൻഡ് അപ്പോയിൻറ്റഡ് ഡാഷ് ആസ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് ആരെയാണ്? മൈക്രോസോഫ്റ്റ്, TCS, വിപ്രോ, IBL ഇന്ത്യ. ആരായിരുന്നു ഉത്തരം? TCS ആണ് കേട്ടോ. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് പറഞ്ഞ വേറൊരു പേരെന്താണ്? ഖുസ്രു കമ്മിറ്റി, സ്വാമിനാഥൻ കമ്മിറ്റി, ശിവരാമൻ കമ്മിറ്റി, ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. 4 കമ്മിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഖുസ്രു കമ്മിറ്റിയാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഖുസ്രു കമ്മിറ്റി. ഓക്കെ. അടുത്തത് ദ നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ വാസ് ഫൗണ്ടഡ് ഇൻ ഡാഷ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. ഏത് മിനിസ്ട്രി, ഏത് വർഷമാണ് ചോദിച്ചിട്ടുള്ളത്? സെപ്റ്റംബർ 1974, ഓഗസ്റ്റ് 1970, ജൂൺ 1971, ഏപ്രിൽ 1975. ദ നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ 1970 ആണ്. അപ്പോൾ ഓഗസ്റ്റ് 1970 ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഓഗസ്റ്റ് 1970. FPOs. ഓക്കെ.
FPOs cannot be registered under. FPOസിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഫുള്ള് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതായത് 2024-25 എന്ന് പറഞ്ഞ് നമ്മൾ സീരീസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് ഫാമേഴ്സിൻ്റെ. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പനീസ് ആക്ട് ആണോ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണോ, കമ്പനീസ് ആക്ട് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണോ, അതോ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണോ? അപ്പോൾ FPOs രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് ഏതിലാണ്? പാർട്ട്ണർഷിപ്പിലാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. നെക്സ്റ്റ് വൺ, കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോർപ്പറേഷൻ മസ്റ്റ് സക്സീഡ് വാസ് ദ ഫേമസ് സേയിങ് ഓഫ്. ആരുടെ കൊട്ടേഷനാണ്? കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോർപ്പറേഷൻ മസ്റ്റ് സക്സീഡ് വാസ് ദ ഫേമസ് സേയിങ് ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ബൈ ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ ഡാഷ് ഓൺ 19th August 1895. ഇപ്പോൾ വർഷം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ചില സമയത്ത് വർഷങ്ങളാണ് ചോദിക്കാറ്. ഇവിടെ വർഷമല്ല, സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഫൗണ്ട് ചെയ്തത്? ICA, ജനീവ, പാരീസ്, ലണ്ടൻ, ടോക്കിയോ. ലണ്ടൻ കോൺഗ്രസ്. Next question, the modern concept of cooperation is altogether different from the primitive one. It denotes special method of doing business. This interpretation was given by. ചിലപ്പോൾ ഇറ്റ് ഡിനോട്ട്സ് സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രം ചോദിക്കാറുണ്ട് കേട്ടോ. ആരെ കൊട്ടേഷനാണത്? TN ഹജീല, മക്ലരൻ, മിർധ, കോപ്പറേറ്റീവ് റിവ്യൂ കമ്മിറ്റി. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഹജീല. TN ഹജീലയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് സ്പീഡിൽ പോണത് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ ചോദ്യങ്ങൾ. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷൻ പോലെ ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് കോർപ്പറേഷൻ? എക്കണോമിക് ബെനിഫിറ്റ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അല്ലാത്തത് ഏതെന്ന് കേട്ടോ. എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഒരു എക്കണോമിക് ബെനിഫിറ്റ് ആണ്. സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആണ്. ടു ക്രിയേറ്റ് എക്സ്പേർട്ട് അല്ല. ടു ബ്രിങ് ആൻ എൻഡ് ടു മൊണോപ്പൊളിസ്റ്റ് ടെൻഡൻസീസ് അതും എക്കണോമിക് ബെനിഫിറ്റ് ആണ്. അപ്പോൾ അല്ലാത്തത് എക്സ്പേർട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എക്കണോമിക് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടതല്ല. സോ അതാണ് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് റോക്ക്ടെയിൽ പൈനിയേഴ്സ്? അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ക്യാഷ് ട്രേഡിംഗ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് ആൻസർ വരിക. അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. റോക്ക്ടെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത്. നെക്സ്റ്റ്, ദ വേർഡ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വേർ ആഡഡ് ആഫ്റ്റർ അസോസിയേഷൻ ആൻഡ് യൂണിയൻസ് ഇൻ ഡാഷ് അണ്ടർ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ. ഭാഗം 3 കൂട്ടിച്ചേർത്തത്. എന്തിലാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങാനുള്ളത്? നമ്മുടെ അവകാശങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലേ? അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19C കേട്ടോ. 1C. ആർട്ടിക്കിൾ 19(1)(c) കൂട്ടിച്ചേർത്തിട്ടുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് were added after associations and unions in Article 19(1)(c) under Part 3 of the Constitution of India. Next one, through the Montagu-Chelmsford reforms of dash corporation become a provincial subject. മൊണ്ടേഗു-ചെംസ്ഫോർഡിന് ശേഷമാണ് ഒരു പ്രവിശ്യ സബ്ജക്റ്റായി മാറിയത് സഹകരണം എന്നത്. 1915, 12, 19, 35 ഏത് വർഷമാണ് മൊണ്ടേഗു-ചെംസ്ഫോർഡ്? 1919. The Government of India announced the first national policy on cooperative in. ആദ്യമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് നാഷണൽ പോളിസി എന്നാണ്. 2002. The Government of India announced the first national policy on cooperatives in 2002. ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് 1060/2025. ദ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺസ്യൂമർ മൂവ്മെൻറ്റ് ഇൻ കേരള. കൺസ്യൂമർ മൂവ്മെൻറ്റ് ഇൻ കേരളയിൽ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? NCCF, കൺസ്യൂമർ ഫെഡ്, കോബി, TWCS. ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സൊസൈറ്റീസ് ഉണ്ടല്ലോ. കൺസ്യൂമർ ഫെഡാണ് അപ്പെക്സ് ലെവലിൽ കേരളത്തിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഓൺ റൂറൽ ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ ഡയറക്റ്റഡ് ടു ദ വില്ലേജ്.
അതായത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഏത് കോപ്പറേറ്റീവ്സുമായിട്ടാണ്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, മിൽക്ക് കോപ്പറേറ്റീവ്സ് ആൻഡ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്. മിൽക്ക് കോപ്പറേറ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The type of industrial cooperative societies that generally supply raw materials, tools, equipments and help members in selling their products. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കീവേഡ് എന്താ വെച്ചാൽ ഹെൽപ്പ് മെമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കിയാൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് കിട്ടും. ഹെൽപ്പ് മെമ്പേഴ്സ് എന്ന് വരുമ്പം ഇൻഡസ്ട്രിയൽ സർവീസ്, വർക്ക്ഷോപ്പ്, പ്രൊഡ്യൂസേഴ്സ്, കളക്റ്റീവ് പ്രൊഡക്ഷൻ. ഹെൽപ്പ് മെമ്പേഴ്സ് എന്ന് വരുമ്പം സർവീസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റീസ് എന്നെടുക്കാം കേട്ടോ. അതാണ് ആൻസർ. നെക്സ്റ്റ് വൺ. KS ബാവ കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് SC/ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബാവ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ആപ്കോസ്, ലാംസ്, ക്രിപ്കോ, ബേഹാൻ. എന്താണ്? ലാംസ് ആണ് കേട്ടോ. ബാവ കമ്മിറ്റി റെക്കമെൻഡേഷൻ ലാംസ് 1971 ആ കമ്മിറ്റി. അടുത്തത്. ആൻ ഇൻഡിപെൻഡൻറ്റ് ഒഫീഷ്യൽ അപ്പോയിൻറ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിസോൾവ് കംപ്ലയിൻസ് റിലേറ്റിംഗ് ടു ഫംഗ്ഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ കംപ്ലയിൻസ് സോൾവ് ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ആരാണ്? DCA ആണോ, കൺകറൻറ്റ് ഓഡിറ്റർ ആണോ, ഓംബുഡ്സ്മാൻ ആണോ, രജിസ്ട്രാർ ആണോ? ഓംബുഡ്സ്മാൻ. ഓപ്ഷൻ C ആണ് ഉത്തരം. ദ ആക്ട് ഓഫ് അൺനെസസറിലി ഡിലേയിങ് ആൻഡ് പോസ്റ്റ്പോണിങ് ടാസ്ക്. അനാവശ്യമായിട്ട് കാര്യങ്ങൾ, പണികൾ വൈകിക്കുക അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക, അതിന് പറയുന്ന പേര് ആക്ടിവിറ്റി ലോഗിങ്, പ്രൊക്രാസ്റ്റിനേഷൻ, പ്രഷർ ഓൺ പെർഫോമൻസ്, റിലാക്സേഷൻ. പ്രൊക്രാസ്റ്റിനേഷൻ ആണത് കേട്ടോ. പ്രൊക്രാസ്റ്റിനേഷൻ റിഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ഡെലിബറേറ്റ്ലി ഡിലേയിങ് ഓർ പോസ്റ്റ്പോണിങ് ടാസ്ക് ഡിസ്പൈറ്റ് നോയിങ് ദാറ്റ് ഡൂയിങ് സോ കുഡ് ഹാവ് കോൺസിക്വൻസസ്. നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് അറിയാം, എന്നിരുന്നാലും അത് വൈകിപ്പിക്കുക കേട്ടോ. ഹു ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള? ഡോക്ടർ സജീദ് ബാബു IAS. Next question. Professor D.J. Karve Commission on Cooperative Principles was appointed by. D.J. Karve Commission Cooperative Principles was appointed by Government of India, International Cooperative Alliance, Government of Kerala, NAPAD. അറിയാം, കാർവേനെ അപ്പോയിൻറ്റ് ചെയ്ത ആരാണ്? ICA അല്ലേ? സോ ഓപ്ഷൻ B ആണ് ഉത്തരമായിട്ട് വരിക. ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാ ഉത്തരമായിട്ട് വരിക? ജർമ്മനി, ജപ്പാൻ, ഇംഗ്ലണ്ട്, റഷ്യ. ഇംഗ്ലണ്ട്. വൺ ഓഫ് ദ മേജർ ട്രസ്റ്റ് ഏരിയാസ് ഫിനാൻസ്ഡ് ബൈ NCDC. NCDC ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് എവിടെയാണ്? ഫണ്ടിങ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇവരുടെ മേജറായിട്ടുള്ള പ്രോജക്റ്റ് അതാണ് അല്ലേ, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ICDP. പിന്നെ ലോൺസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്തൗട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി, വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രാൻറ്റ്. ഏറ്റവും കൂടുതൽ മേജറായിട്ട് ശ്രദ്ധിക്കുന്നത് ICDPയിലാണ്. സോ അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ B ആണ് ഉത്തരമായിട്ട് വരിക. അടുത്തത്. ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് എവറി ഇയർ. എല്ലാ വർഷവും ഏത് മാസമാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കാറ്? ഫസ്റ്റ് സാറ്റർഡേ, ജൂലൈ ആണ് കേട്ടോ. ജൂലൈ മാസത്തിലെ ഫസ്റ്റ് സാറ്റർഡേ ആണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കാറുള്ളത്. ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഡിസൈൻ ചെയ്തത് ആരാണ്? ഇൻ അസോസിയേഷൻ വിത്ത് ദ RBI. RBIയുടെ കൂടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരാണ് ഡിസൈൻ ചെയ്തത്? നബാർഡാണ് ഡിസൈൻ ചെയ്തത്. ഓക്കെ. എ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സൊസൈറ്റി whose area of operation is confined to താലൂക്കാണ് and the principal object is to provide long term credit for agricultural and rural development activities. അതായത് ലോങ് ടേമിന് ക്രെഡിറ്റ് കൊടുക്കലാണ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ്. താലൂക്കാണ് പ്രവർത്തന പരിധി. DCB, PCARDB, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, UCBs ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലോങ് ടേം എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പി കാർഡാണ്, താലൂക്കാണ്. പി കാർഡിൻ്റെ പ്രവർത്തന പരിധി, PCARDBയുടെ പ്രവർത്തന പരിധി ഏതാണ്? താലൂക്കാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ദ സ്ട്രക്ചർ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ടയറാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 2 ടയറാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് വരുന്നത്. ഓക്കെ. കേരളത്തിൽ എത്ര ടയറാണ് വരുന്നത്? 2 ടയർ. അവരുടെ അപ്പെക്സ് ഏതായിരുന്നു? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ, ഹൗസ് ഫെഡാണ് അപ്പെക്സ് വരുന്നത്. പിന്നെ താഴെ അവരുടെ സാധാരണ നോർമൽ കോപ്പറേറ്റീവ്സും വരും കേട്ടോ. ഓക്കെ. പിന്നെ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ക്രെഡിറ്റ് മൂവ്മെൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്, റഷ്യ. ക്രെഡിറ്റ് വരുമ്പം ജർമ്മനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ദ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് വാസ് ഓൺലി വൺ ആസ്പെക്റ്റ് ഓഫ് റൂറൽ ലൈഫ്, the activity of rural primary societies should be diversified so as to cover all aspects of rural life. അതായത് ഓർഗനൈസിങ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരുടെ റെക്കമെൻഡേഷൻ, അത് ആ ഒരു ബ്രാക്കറ്റിലുള്ളത് മാത്രം ശ്രദ്ധിച്ചാലും മതി. അതായത് ഓർഗനൈസിങ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരുടെ റെക്കമെൻഡേഷനാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഉണ്ട്, റിവ്യൂ കമ്മിറ്റി ഉണ്ട്, കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, പിന്നെ ഇമ്പീരിയൽ കമ്മിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആരുടെയാണ് ഈ ഒരു മേജർ റെക്കമെൻഡേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയൊരു കമ്മിറ്റിയാണ്, അതുമായിട്ട് എപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട്. RG സരയ്യ 1945 1945 എന്നും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി RG സരയ്യ 1945. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രസിഡൻറ്റ് ഓഫ് NCUI ഷാൾ ബി ദ ചെയർമാൻ ഓഫ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൻ്റെ പ്രശ്നം വന്നത് ക്വസ്റ്റ്യനിലുള്ള ഘടന, അതായത് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI ഷോൾ ബി ദ ഡയറക്ടർ ജനറൽ ഓഫ് NCCT എന്നാണ് വേണ്ടത് കേട്ടോ. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI ഷാൾ ബി ദ ഡയറക്ടർ ജനറൽ ഓഫ് NCCT എന്നാണ് വേണ്ടത്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCUI ഷാൾ ബി ദ ഡയറക്ടർ ജനറൽ ഓഫ് NCCT എന്നാക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോമൺ ചാലഞ്ച് ഫേസ്ഡ് ബൈ കോപ്പറേറ്റീവ്സ് റിഗാർഡിംഗ് മെമ്പർ എഡ്യൂക്കേഷൻ. മെമ്പർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വലിയൊരു ചാലഞ്ച്, ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ഇൻസ്ട്രക്ടേഴ്സ്, ഹെവി കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് ലാക്ക് ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഹെവി കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷനാണ് ആദ്യം കീ വന്നത്. പിന്നെ ഫൈനൽ കീയിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് ആക്കി കേട്ടോ. സോ അത് പഠിക്കുക, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ്. നെക്സ്റ്റ് വൺ, International Cooperative Day is an annual celebration of the cooperative movement observed on the first Saturday in July since. ഏത് ഫസ്റ്റ് സാറ്റർഡേ ജൂലൈ ഏത് വർഷം തൊട്ടിട്ടാണ് IC ആനുവൽ സെലിബ്രേഷൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് തുടങ്ങിയത്? 1923 കേട്ടോ. 1923. കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡാഷ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 57B പ്രകാരം. ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 11/1/2012. 11/1/2012. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ ഫണ്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക കേട്ടോ. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഓൺ. കൺസ്യൂമർ ഫെഡറേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷമാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 7/10/1965. 7/10/1965. A dash in banking occurs when a bank's interest sensitive liabilities exceed its interest sensitive assets. Interest rate risk ALM, നെഗറ്റീവ് ഗ്യാപ്പ് ലിക്വിഡിറ്റി റിസ്ക്. ഉത്തരമായിട്ട് വരുന്നത് നെഗറ്റീവ് ഗ്യാപ്പാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് TNA? TNA കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. സോ ഒന്ന് കണ്ടോളൂ കേട്ടോ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് TNA? ടു അസസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ട്രെയിനിങ്, ടു ഡിസൈഡ് ദ ബെസ്റ്റ് ട്രെയിനിങ് മെത്തേഡ്സ് ടു യൂസ്, to identify the performance gaps and the knowledge, skills and abilities required to build them. ബ്രിഡ്ജ് them. അതാണ് ഇവിടെ TNAയുടെ പ്രൈമറി പർപ്പസായിട്ട് വരുന്നത് കേട്ടോ. പെർഫോമൻസ് ഗ്യാപ്സും നോളജും ഐഡൻറ്റിഫൈ ചെയ്യുകയും അവയെ ബ്രിഡ്ജ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ദ ഖൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ആനന്ദിൻ്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ഖൈറയുടെ വർഷം ഏതാണ്? ഖൈറ 1946. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ടു പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ 2 പൈനിയേഴ്സ് ആരാണ്? റെയ്ഫിസൺ ആൻഡ് ഷൂൾസ്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ, റെയ്ഫിസൺ ആൻഡ് ഷൂൾസ്.
ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ. ഇതേ ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചതാണ് അല്ലേ. അന്ന് ഡേറ്റ് തന്നായിരുന്നു. ലണ്ടനിലാണ് ഡാഷ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായിരുന്നു ദിവസം? 19 ഓഗസ്റ്റ് 1895. അതുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആയിട്ടുണ്ട് കേട്ടോ. 19 ഓഗസ്റ്റ് 1895. ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ ഓൺ 19 ഓഗസ്റ്റ് 1895. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹോളിയോക്ക് ആഫ്റ്റർ സ്റ്റഡിയിങ് ദ ഏർലി ഡാഷ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് ഡിഫൈൻഡ് ഇറ്റ് ആസ് വോളണ്ടറിലി കൺസേർട്ട് വിത്ത് ഇക്വിറ്റബിൾ പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺട്രോൾ എമംഗ് ഓൾ കൺസേൺഡ് ഇൻ എനി എൻ്റർപ്രൈസ്. അപ്പോൾ ഇതിൽ മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് വന്നത് ഏതാണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ് ആണ് കേട്ടോ. സോ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം കേട്ടോ. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ were in person voluntarily associated together as human beings on the basis of equality for the promotion of economic interest of themselves. Whose definition was this? ആരുടെ ഡെഫിനിഷൻ ആണിതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എച്ച് കാൽവർട്ട്. The idea of cooperative commonwealth was first conceived by ആരാണ് ആദ്യമായിട്ട് കൺസിഡർ ചെയ്തത്? DR ഗാഡ്ഗിൽ. വീണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. സോ നോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഈ കോഡ് കഴിഞ്ഞു. നമുക്ക് അടുത്ത കോഡാണ് കേട്ടോ. 1071/2025 നോക്കാം. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഈസ് എ ബുക്ക് പബ്ലിഷ്ഡ് ബൈ റോബർട്ട് ഓവൻ, VL മേത്ത, DR ഗാഡ്ഗിൽ, നൺ ഓഫ് ദിസ്. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. റോബർട്ട് ഓവൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് വൺ. Setting up of Small Farmers Development Agency was recommended by SFDA എന്ന് പറയും. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ക്രാഫിക്കാട്, ഗോർവാല, ശിവരാമൻ. ആരാണ് റെക്കമെൻഡ് ചെയ്തത്? സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓക്കെ. ദ കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഇൻ കേരള വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. The cooperative deposit guarantee scheme in Kerala was introduced in എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2010, 2014, 2012, 2015. 2012. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The folk high school, first folk high school was established in Denmark. ഡെൻമാർക്കിലെ ഫസ്റ്റ് ഫോക്ക് ഹൈസ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1844, 1872, 1804, 1812. 1844. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരാഫെഡ് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, കായംകുളം. ഏതാണ് കേരാഫെഡിൻ്റെ ആസ്ഥാനം? തിരുവനന്തപുരം. തെറ്റിക്കരുത് കേട്ടോ. ആസ്ഥാനങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ദ ഇയർ ഇൻ വിച്ച് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് വാസ് ഫോംഡ് ഇൻ. ഡേറ്റ് അടക്കം പഠിക്കണം. SC/STയുടെ ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. സോ കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇവിടെ വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 1981. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ ഇൻ കേരള? ആരായിരുന്നു ഫസ്റ്റ് നിക്ഷേപ സമാഹരണ യജ്ഞം ആ സമയത്തുള്ള മിനിസ്റ്റർ? കോർപ്പറേഷൻ മിനിസ്റ്ററാണ് ചോദിച്ചിട്ടുള്ളത്. ബേബി ജോൺ, E. ചന്ദ്രശേഖരൻ നായർ, ജോസഫ് മുണ്ടശ്ശേരി, MV രാഘവൻ. ബേബി ജോൺ. 1976 ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ ഇൻ കേരള നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്ട്രിക്റ്റ് ലെവൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഡിസ്ട്രിക്റ്റ് ലെവൽ ഓഫീസറാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഡിസ്ട്രിക്റ്റ് ലെവൽ ഓഫീസർ ആരാണ്? ജോയിൻറ്റ് ഡയറക്ടർ. ഓഡിറ്റുമായി ബന്ധപ്പെട്ടതാണ്. സോ നോട്ട് ചെയ്യണം. കേസ് കാർഡ് ബാങ്ക് കീപ്സ് സിങ്കിങ് ഫണ്ട് ഫ്രം. കേസ് കാർഡ് ബാങ്ക് സിങ്കിങ് ഫണ്ട് എവിടുന്ന് എടുക്കുക? ഡെപ്പോസിറ്റ്, പ്രോഫിറ്റ്, ഡിബഞ്ചർ, ലോൺ റിക്കവറി. കേസ് കാർഡ് ബാങ്ക് കീപ്സ് സിങ്കിങ് ഫണ്ട് ഫ്രം ലോൺ റിക്കവറി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് എറൗസിങ്, സസ്റ്റെയിനിങ് ആൻഡ് റെഗുലേറ്റിംഗ്
Activity is known as the process of arousing, sustaining and regulating activity is known as learning, motivation, habit, maturization. Motivation സസ്റ്റൈനബിൾ ആയിരിക്കണം, റെഗുലേറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ, അതാണ് മോട്ടിവേഷൻ. ദ ഫണ്ട് ഫോംഡ് ബൈ ഹാൻഡ്ലൂം സൊസൈറ്റീസ് ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. 2 ഫണ്ടും പഠിക്കണം കേട്ടോ. അവരെ സെസ് ഫണ്ടും ത്രിഫ്റ്റ് ഫണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്യാപിറ്റൽ ഫോർമേഷൻ ഉള്ള ഹാൻഡ്ലൂം സൊസൈറ്റിയുടെ ഫണ്ടാണ്, അതാണ് ത്രിഫ്റ്റ് ഫണ്ട്. ആൻ അപ്പെക്സ് ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള. അപ്പെക്സ് ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള ഏതാണ്? റെയ്ഡ്കോ, റബ്കോ, റബ്ബർ മാർക്ക്, ക്യാംകോ. അപ്പെക്സ് ലെവൽ ചോദിച്ച കാരണം ആരാണ്? റബ്ബർ മാർക്കാണ് കേട്ടോ. ക്യാംകോനെ കുറിച്ച് പഠിക്കണം, അത് 2 സംസ്ഥാനങ്ങൾ കൂടിയിട്ടുള്ളതല്ലേ. ഓക്കെ. പിന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആരാണ്? DR ഗാഡ്ഗിൽ. 3ാമത്തെ പ്രാവശ്യമാണ് ഈ വർഷം ചോദിക്കുന്നത് കേട്ടോ ഗാഡ്ഗിലിന്. ഡാഷ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതായത് നമ്മുടെ കേരള ബാങ്ക്. വാട്ട് ഈസ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ഈസ് റബ്കോ ഹുവാത്ത് എന്നത് എന്ത് തരം പ്രോഡക്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചപ്പൽസ്, വുഡ് പ്രോഡക്ട്സ്, ബേബി ഓയിൽ, കോക്കനട്ട് ഓയിൽ. എന്താണ്? വുഡ് പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഈ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് 1072/2025 അടുത്ത കോഡാണ് കേട്ടോ. ഓക്കെ, ഇതും കൂടി ഉള്ളൂ കേട്ടോ. 72ആണല്ലോ ലാസ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചിട്ട് പോവാം കേട്ടോ. ഹൂ ഫോംഡ് ദ ബ്രൈറ്റൺ കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട് അസോസിയേഷൻ? ഹൂ ഫോംഡ് ബ്രൈറ്റൺ കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട് അസോസിയേഷൻ ഫോം ചെയ്തത് ആരാണ്? ഡോക്ടർ വില്യം കിങ്. Who formed Brighton Cooperative Benevolent Fund Association? William King. Dash is the birthplace of labor societies. Labor societies. China, Germany, Italy, Russia. Birthplace of labor societies. Italy. Birthplace of labor societies. Italy. Next question. In the year dash, the NCDC was established for strengthening cooperative activities. In the year dash, NCDC was established for strengthening cooperative activities. ഏത് വർഷ? 1963 NCDCയുടെ വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു റെക്കമെൻഡേഷൻസ് ഓഫ് ഡാഷ് കോപ്പറേഷൻ മെയ്ഡ് പ്രൊവിൻഷണൽ സബ്ജക്റ്റ്. എന്നാണ് കോപ്പറേഷൻ സഹകരണം ഒരു പ്രവിശ്യ സബ്ജക്റ്റായി മാറിയത്? ആഫ്റ്റർ ദ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് 1919. Committee to review arrangements for institutional credit for agricultural and rural development. അവർ റെക്കമെൻഡ് ചെയ്തത് എന്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്? കമ്മിറ്റി ടു റിവ്യൂ ക്രാഫി കാർഡ് കമ്മിറ്റി. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തത് നബാർഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. നബാർഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. The chairman of the cooperative planning committee. The chairman of the cooperative planning committee ആരാണ്? RG സരയ്യ. നമ്മൾ പഠിച്ചു നേരത്തെ അല്ലേ? RG സരയ്യ. The chairman of the cooperative planning committee RG സരയ്യ 1945. The committee under the chairmanship of dash suggested the lead bank scheme. ആരാണ്? ലീഡ് ബാങ്ക് സ്കീം. നരിമാൻ, ക്രാഫിക്കാർഡ്, മിർധ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ലീഡ് ബാങ്ക് സ്കീം KLF നരിമാൻ ആൻഡ് DR ഗാഡ്ഗിലാണ് വരിക. നരിമാൻ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ കേട്ടോ. രണ്ടു കൂട്ടരും ലീഡ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ പങ്കാളികളാണ്. KLF നരിമാൻ ആൻഡ് DR ഗാഡ്ഗിൽ. DR ഗാഡ്ഗിൽ ഇവിടെ ഇല്ല. The only primary cooperative society in India to be a member of the ICA. ICAയിൽ മെമ്പറായ ആദ്യത്തെ അല്ല, ഓൺലി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാ അത്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ULCCS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കീ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ്സ് ആർ. കീ ഫങ്ഷണൽ ഏരിയാസ്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്.
അതാണ് കീ ഫങ്ഷണൽ ഏരിയാസ്. Next question. The cooperative ideology or philosophy stems out of its principles. Open and voluntary membership and democratic management constitute its economics of cooperation, political philosophy, social philosophy, expanding growth limits. Political philosophy. Next question. Cooperation in its technical sense means the abandonment of competition in distribution and production and the elimination of middlemen of all kinds. Whose observation was this? Seligman, M. Darling, V. L. Mehta, McLagan. സെലിഗ്മാൻ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. പുതിയൊരു കൊട്ടേഷനാണ്, ചോദിച്ചു കണ്ടിട്ടില്ല, പഠിച്ചു വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ദ ഫൗണ്ടർ ഓഫ് ഐറിഷ് കോർപ്പറേഷൻ സംസ് അപ്പ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ ഇൻ ദീസ് മാക്സിംസ്. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. ആരാണ്? ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. ഹൊറേസ് പ്ലങ്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻ്റർനാഷണൽ കോർപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ 1963 appointed a commission under the chairmanship of dash to formulate the fundamental principles of cooperation. 63 ICA അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? DJ കാർവേ. ബാക്കിയുള്ള ആൾക്കാർ ഓരോ രാജ്യത്തിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു കേട്ടോ. ഓരോ രാജ്യത്തിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു കമ്മിറ്റിയിൽ. DJ കാർവേ ആണ് ഇന്ത്യയിൽ നിന്നുള്ളത്. അദ്ദേഹമാണ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റാൾക്കാരാണ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിലുള്ളവരൊക്കെ മറ്റ് കമ്മിറ്റിയിലെ മറ്റാൾക്കാരാണ് കേട്ടോ. വെൻ ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ ഓപ്പൺ ബ്രാഞ്ചസ് അറ്റ് ഡിസ്ട്രിക്റ്റ് ഓഫ് താലൂക്ക് ലെവൽ ഈസ് ദ ഡാഷ് സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. ഉത്തരം, അതായത് ഫസ്റ്റ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ബ്രാഞ്ചസ് അറ്റ് ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ താലൂക്ക്. ഇതിന് പറയുന്ന സ്ട്രക്ചറാണ് യൂണിറ്ററി സ്ട്രക്ചർ. Unitary structure. Apex institution comes into existence first and then open branches at districts അല്ലെങ്കിൽ താലൂക്ക് ലെവൽ. അതിനെ പറയുന്നത് യൂണിറ്ററി സ്ട്രക്ചർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പർപ്പസ് ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പർപ്പസ് അല്ലാത്തത്? ആഡിക്വേറ്റ് ആൻഡ് ടൈംലി ക്രെഡിറ്റ് പർപ്പസാണ്. സപ്പോർട്ട് ഫോർ വാരിയസ് നീഡ്സ് പർപ്പസാണ്. സിംപ്ലിഫൈഡ് പ്രൊസീജിയർ പർപ്പസാണ്. ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് രണ്ടും കൂടി ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് അല്ലാത്തത് വരിക. സോ ഇതാണ് ഉത്തരം വരിക. 81 ചോദ്യങ്ങളാണ് നമ്മുടെ CSEB കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളത് 2025 കേട്ടോ. അപ്പോൾ മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിനും പഠിക്കുക കേട്ടോ. കറക്റ്റായിട്ട് പഠിക്കുക. ഇതിൻ്റെ PDF വേണ്ടവർ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്